മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത്. അത്തരമൊരു ശ്രമമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്തുന്നത്. സർക്കാർ കൊണ്ടുവന്ന ഭൂപതിവ് നിയമ ചട്ടഭേദഗതിയും നിലവിലുള്ള നിർമ്മിതികളുടെ ക്രമവൽക്കരണവും നിയമവിരുദ്ധമാണ് എന്നും ജനങ്ങളോടുള്ള ക്രൂരതയാണെന്നും സ്ഥാപിക്കാനാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പങ്കെടുപ്പിച്ച് ഇടുക്കി അടിമാലിയിൽ കോൺഗ്രസ് കർഷക കോൺക്ലേവ് സംഘടിപ്പിച്ചത്. എന്നാൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ ചെയ്തതാണ് വളരെ ശരിയായ നിലപാടെന്നും നിയമവിദഗ്ധരോട് ആലോചിച്ചാണ് പ്രതിപക്ഷം അതിനെ പിന്തുണച്ചതെന്നും പ്രതിപക്ഷ നേതാവ് തന്നെ വേദിയിൽ പറയുന്നു. ആക്ട് ഓപ്പൺ ചെയ്യാതെ റൂൾ കൊണ്ടുവന്നാൽ, ചട്ടം കൊണ്ടുവന്നാൽ അത് വേറെ ആരെങ്കിലും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായി ഭരണഘടനാപരമായി ആക്ട് ഓപ്പൺ ചെയ്യാതെ ചട്ടം ഭേദഗതി ചെയ്ത നിയമസഭയിൽ ഈ ആക്ട് ഓപ്പൺ ചെയ്യണം എന്ന് വന്നപ്പോൾ ഞാൻ ആ നിലപാടെടുത്തു. പക്ഷേ ഞാൻ ആ നിലപാടെടുത്തത് കൂടാതെ ഞങ്ങൾ ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകരുടെ ഒരു ടീമിനെ കൊണ്ട് ഞങ്ങൾ പരിശോധിപ്പിച്ച് അവരുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇടുക്കി DCC ഉയർത്തിയ ആരോപണം ഇതിലൂടെ തള്ളുകയാണ്. പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വരും ആരോപണം ഉയർത്തിയവർക്ക്. ഇനി കോൺഗ്രസും പ്രതിപക്ഷ നേതാവും പറയുന്ന മറ്റു ചില ആരോപണങ്ങളിലെ യഥാർത്ഥ വസ്തുത നോക്കാം. ഭൂപതിവ് ചട്ടത്തിലുള്ള വ്യവസ്ഥകളുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അത് വ്യാപകമായി ഇടുക്കി ജില്ലയിൽ നടക്കുന്നു എന്നാണ് ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വ്യവഹാരത്തിൻ്റെ ആരംഭം. പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ആ വാദമുയർത്തിയത് ആരാണ്, എന്നാണ് എന്നതാണ് മറുചോദ്യം. 2014 കോൺഗ്രസ് നേതാവ് ബിജോ മാണി പള്ളിവാസലിലെ നിർമ്മാണങ്ങൾക്കെതിരെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം സബ് കളക്ടർ കൊടുത്ത സ്റ്റോപ്പ് മെമ്മോയ്ക്കെതിരെ ആ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥരായ ഹരിദാസും വർഗീസ് കുര്യൻ മാടപ്പറമ്പിലും മാത്യു കുഴൽനാടൻ വഴി കേസിന് പോകുന്നു. മാത്യു കുഴൽനാടൻ്റെ കേസ് നടത്തിപ്പിലെ പിടിപ്പുകേടുകൾ കൊണ്ട് കോടതിയിൽ നിന്ന് എതിരായി വിധി വന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് മൂല കാരണമെന്ന് കൈരളി ന്യൂസിന് ലഭിച്ച ഈ രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസംഗത്തിലെ മറ്റൊരു ആരോപണം ഇങ്ങനെയാണ്. 2016 മൂന്നാറിലെ 8 വില്ലേജുകളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെ NOC വേണം എന്നുള്ള ഒരു ഉത്തരവിറക്കി. അതിൽ ഭയങ്കര തമാശ, 100 കിലോമീറ്റർ അപ്പുറേ പീരുമേട് നിയോജകമണ്ഡലത്തിൽ കിടക്കുന്ന ആനവിലാസം വില്ലേജ് വരെ ഉണ്ടായിരുന്നു. മൂന്നാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിന്റെ NOC വേണമെന്ന ഉത്തരവിറങ്ങിയത് 2016 പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. 2016 തന്നെയാണ് ഉത്തരവിറങ്ങിയത്, തർക്കമില്ല. 2016 ഏപ്രിൽ 20 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയത് 2016 മെയ് 25 അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഈ ഉത്തരവിറങ്ങിയതെന്നതിന് റവന്യൂ വകുപ്പിന്റെ ഈ രേഖ തെളിവായി നിൽക്കുന്നു. 1964 ഭൂപതിവ് ചട്ടമനുസരിച്ച് കൃഷി ചെയ്യുന്നതിന് പതിച്ചുകൊടുത്ത ഭൂമിയിൽ മറ്റു വ്യാവസായിക നിർമ്മിതികൾ പാടില്ലെന്ന് നിലപാടെടുത്തത് പിണറായി സർക്കാരിന്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത്ത് തമ്പാനാണ് എന്നതാണ് മറ്റൊരു വാദം. 2014 നവംബർ 29 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അടൂർ പ്രകാശ് റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോഴാണ് റവന്യൂ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായിരുന്ന സുശീല ഭട്ട് കൃഷി ചെയ്യുന്നതിന് പതിച്ചുകൊടുത്ത ഭൂമിയിൽ റിസോർട്ട് പണിതാൽ പട്ടയം സർക്കാരിന് ക്യാൻസൽ ചെയ്യാമെന്ന് ക്ലബ് മഹീന്ദ്ര കേസിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. കോൺഗ്രസ് ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന 3 രേഖകളാണ് കൈരളി ന്യൂസ് ഇതിലൂടെ പുറത്തുവിട്ടത്. 1980 വനസംരക്ഷണ നിയമം, 1964 93 ഭൂപതിവ് നിയമങ്ങൾ, 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം, 2010 ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട്, 2011 വനങ്ങൾക്ക് ചുറ്റും 10 കിലോമീറ്റർ ബഫർ സോൺ പ്രഖ്യാപനം തുടങ്ങി അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന വിഭവങ്ങൾ ഒരുക്കിയവരാണ് ഭൂപതിവ് ചട്ട ഭേദഗതിക്കെതിരെ അപവാദ പ്രചരണത്തിന് മുതിരുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശ് പ്രഖ്യാപിച്ച 10 കിലോമീറ്റർ ബഫർ സോൺ 12 കിലോമീറ്റർ ആക്കണമെന്ന് വാദിച്ച ഹരിത MLA-മാരിൽ ഒരാളായിരുന്നു വി.ഡി. സതീശൻ എന്നതും ഇടുക്കിയിലെ ജനങ്ങൾ ഓർത്തുവയ്ക്കണം. അധികാരത്തിൽ എത്തിയപ്പോഴൊക്കെ അനേകം കുടിയൊഴിപ്പിക്കലുകളിലൂടെയും
കർഷക വിരുദ്ധ കരിനിയമങ്ങളിലൂടെയും ഇടുക്കിയിലെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയവരാണ് ഈ ആരോപണങ്ങളുടെ വക്താക്കൾ എന്ന് മറക്കരുത്. ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.